എന്നാണ് ഡോക്ടറുടെ റിപ്പോർട്ട്. 3 മണിയോടെ ഓടി വീട്ടിലെത്തും. എന്നാലും ശേഖരൻ നായർ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എനിക്കും വിശ്വസിക്കാനാകുന്നില്ല. വിശ്വസിക്കരുത് പ്രസിഡന്റ്, വിശ്വസിക്കരുത്. ഞങ്ങൾ നായർ ആത്മഹത്യ ചെയ്യൂല, ചെയ്യൂല എന്ന് പറഞ്ഞ ചെയ്യൂല. എന്റെ നാരോ നമ്മുടെ ശേഖരൻ നായരുടെ മരണം ആത്മഹത്യയല്ലെന്നാണ് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്ക് പറയുന്നത്. എന്തോ ദുരൂഹതയുള്ളതുപോലെയാണ് ഇപ്പോൾ എനിക്കും തോന്നുന്നത്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പ്രസിഡന്റ്. ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. വിളിച്ചത് വിശദമായ ഒരു അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജോർജ്, സെർച്ച് സൈറ്റ്. ആരൊക്കെയുണ്ട്? ഞാനും അനിയനും. അമ്മ ഇന്ന് രാവിലെ എത്തി. നിങ്ങളുടെ ഭാര്യമാരോ? അവൾ 2 ദിവസം മുമ്പ് തിരിച്ചുപോയി. അവിടെ തന്നെയാണോ? തൽക്കാലം ഞാൻ പറയുന്നവരെ എങ്ങോട്ടും പോകരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ വിളിക്കുമ്പോൾ സ്റ്റേഷനിൽ ഹാജരാണ്. എത്താം സാർ. വന്നോളാം സാർ. പ്രസിഡന്റ്, ഞാൻ വിളിക്കാം. ഓക്കെ. എന്താണ് അതിന്റെ പേര്? അബി. ആദ്യത്തെ പെസകാണല്ലേ? എല്ലാവരോടും കൂടിയാണ് എസ് ഐ സാർ പറഞ്ഞത്. നാട്ടിൽ തന്നെ കാണണം, മനസ്സിലായില്ലേ? അത് അന്വേഷണം നടക്കണ്ടേ? അന്വേഷണം
മഹാഭാവി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇങ്ങോട്ട് മാറി നിൽക്കേ. എന്റെ അച്ഛനെ കൊന്ന ഇവനെ ഞാൻ വെറുതെ വിടില്ല. കൊല്ലും ഞാൻ ഈ തെമ്മാടിയെ. എല്ലാവരോടും കൂടി പറയാം, വെറുതെ ഇവിടുന്ന് ഷോ കാണിച്ചാൽ എല്ലാറ്റിനും തൂക്കിയെടുത്ത് പോകും ഞാൻ. മനസ്സിലായോടാ ജോർജ്? എന്റെ ദൈവമേ, എന്താ ഇവിടെയൊക്കെ നടക്കുന്നത്? എന്റെ പോലെ എന്റെ രമേശ് അങ്ങനെ ചെയ്യില്ല. അഭിനയിക്കാതെ പോടാ. നിന്റെ അറിവോട് കൂടിയല്ലാതെ ഇവനത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. എന്റെ നായരെ കൊന്നത് ഞാനാണെന്ന് നിന്റെ നാവൊരിക്കൽ കൂടി പൊങ്ങിയാൽ അരിച്ചേക്കുന്ന നാവ്. ആരുടെ ദേഹത്താടാ നീ കൈവച്ചത്? വേണ്ട, നിന്റെ പണക്കൊഴുപ്പിന്റെ മുമ്പ് കാണിച്ചാൽ എന്താണ് നിനക്കൊന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അദ്ദേഹം മരിച്ചതിന് ശേഷമുള്ള ഈ അമിത സ്നേഹമുണ്ടല്ലോ, അത് നിർത്തുന്നതാണ് എല്ലാവർക്കും നല്ലത്. നായർ മരിച്ചു കിടക്കുന്ന റൂമിൽ പരിശോധന നടത്തിയപ്പോഴാണ് ആ ടാബ്ലറ്റ്സ് കിട്ടിയത്. അങ്ങനെയാണ് പ്രതിയിലേക്ക് ഞങ്ങൾ എത്തിയത്. ഇനി നടന്നത് എന്താണെന്ന് കൃത്യമായി ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഞാനെല്ലാം പറയാം. ഞാനെൻ്റെ പെൻഷൻ പണം എടുക്കാൻ ബാങ്കിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടുത്തെ അനിയത്തിൻ്റെ ഭാര്യ കാറുമായി വന്നത്. രമേശ് എങ്ങോട്ടാ? ഞാൻ ബാങ്കിലോട്ടാണ് ചേച്ചി. കയറിക്കോളൂ, ഞാനും അങ്ങോട്ടേക്കാണ്. ചേച്ചി പോയിക്കോ, ഞാൻ ഈ വഴിയുമായി അത് ബുദ്ധിമുട്ടാവും. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഈ കാണുന്ന ബാങ്ക് നമുക്ക് കുറച്ചു നേരം സംസാരിച്ച് തിരിച്ചു വരാം. എന്നോട് എന്ത് സംസാരിക്കാനാ ചേച്ചിക്കുള്ളത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കി തരും. എന്റെ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറയണം. നിന്റെ അച്ഛനും ഖാദറും എന്റെ അച്ഛന്റെ സ്വന്തക്കാരല്ലേ? ആണല്ലോ. അതെ. ഖാദറിനും ഖാദറിന്റെ മകനും ശേഖരൻ നായർ കൊടുത്തതുപോലെ കാര്യസ്ഥനായ നിന്റെ അച്ഛനും നിനക്കും വല്ലതും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? എന്താ മറുപടിയില്ലേ? അവിടെ നിന്നല്ലേ ഇത്രയും കാലം ഞങ്ങളുടെ കുടുംബം ജീവിച്ചു പോകുന്നത്. അതെവിടെ ജോലി ചെയ്താലും ഇതൊക്കെ നടക്കും രമേശ. മറ്റുള്ളവർക്ക്, നാട്ടിലുള്ളവർക്ക് വാരിക്കോരി കൊടുക്കുന്നത് പോലെ നിനക്കും നിന്റെ അച്ഛനും വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. എനിക്കതൊന്നും അറിയില്ല. അറിയണം, അറിയണം രമേശ. ഈ ഒറ്റക്കാലം വെച്ച് ഇത്തിരി പോന്ന ചായക്കടയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? നല്ലൊരു പെണ്ണിനെ കിട്ടുമോ നിനക്ക്? ഈ വടിയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ നടന്നാൽ മതിയോ? കാലില്ലാത്തതിന് കാല് വെച്ച് പിടിപ്പിക്കുന്ന ഈ കാലത്ത് നല്ലൊരു ഡോക്ടറെ കണ്ടാൽ ഇതിലൂടെ നിന്റെ കാലിനുള്ളൂ. എല്ലാ പരിശ്രമവും അച്ഛൻ നടത്തിയിട്ടുണ്ട്. പേര് കേട്ട ഹോസ്പിറ്റലിൽ പോകും. ഇതൊക്കെ വലിയ കാശ് വേണ്ടി വരില്ലേ? വേണം, കുറച്ചല്ല, ഒരുപാട് കാശ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അച്ഛന്റെ മുഴുവൻ സ്വത്തുക്കളുടെയും രേഖകളടങ്ങുന്ന ലോക്കറിന്റെ താക്കോൽ നിന്റെ അച്ഛന്റെ കൈവശമാണ്. അതൊന്ന് എടുത്തു തന്നാൽ മാത്രം മതി. ചേച്ചി ചേച്ചി എന്താണ് പറയുന്നത്? ഇതിനാണോ കാല് കെട്ടിക്കൊണ്ടുവന്നത്? എന്നെ കൊണ്ട് പറ്റില്ല. രമേശ്, പതുക്കെ, ഒച്ച വയ്ക്കരുത്. എന്താ ഇത്? എനിക്ക് വേണ്ട. വേണ്ടെന്നോ? വേണം. ഇത് വെറും അഡ്വാൻസ്
ആരെങ്കിലും അറിഞ്ഞാൽ നിന്റെ മറ്റേ കാലം മനസ്സിലായോ? എന്താ ചേച്ചി, എന്താ ഇതൊക്കെ? ഇതൊക്കെ തന്നെയാടോ ജീവിതം. ഈ കുറഞ്ഞ ആയസിൽ അന്തസ്സായി ജീവിക്കണം. അതിന് സ്വത്ത് വേണം, പണം വേണം, പിന്നെ പവറും. വാ കേറ്. അന്ന് രാത്രി അച്ഛൻ ഉറങ്ങുന്ന നേരത്ത് താക്കോലെടുത്ത് ഞാൻ ഗായത്രി ചേച്ചിയെ ഏൽപ്പിച്ചു. ഞാൻ ആകെ അസ്വസ്ഥനായിരുന്നു. ഞാൻ അവരെ പിന്തുടർന്നു. ചേച്ചിയുടെ കയ്യില്ലെങ്കിൽ ചാവും ഫയലും നിരത്തില്ല. ഈ ശബ്ദം കേട്ട് ഉണർന്നു. എന്താ ആവശ്യം? ചേച്ചി അവരെ തള്ളി മാറ്റി. ആ തള്ളിൽ നായ നിലത്ത് വീണു. അനക്കമില്ലല്ലോ എന്ന് തോന്നിയ ചേച്ചി അച്ഛാ എന്ന് കരുതിയ ചേച്ചി അടുക്കളയിൽ നിന്നും കത്തിയെടുത്ത് ഫയറിന് നേരെന്തോ കട്ട് ചെയ്തു. ചേച്ചി പോയതിനു ശേഷം അയാൾക്ക് ബോധം വന്നു. ഓടിച്ചെന്നു. എനിക്ക്
എനിക്ക് നഷ്ടപ്പെട്ടു. ആ നേരത്ത് എനിക്ക് അസുഖമുണ്ടായി. താഴേക്ക് വീണ് ഞാൻ വീണ്ടും ഗുളിക എടുത്ത് കഴിച്ച് എന്റെ അസുഖം മാറിയപ്പോഴേക്കും അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരുന്നു. വീട്ടിൽ നിന്ന് പോകുന്നതിനിടെ ചേച്ചി എന്റെ ഫോണിലേക്ക് പലവട്ടം വിളിച്ചുകൊണ്ടിരുന്നു. എത്ര നേരമായി നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട്? നീ എവിടെ? ഞാൻ സിനിമക്ക് പോയിരുന്നു. എന്റെ ഒരു സിനിമ താക്കോൽ നിന്റെ വീടിന്റെ മുറ്റത്തേക്ക് ഇട്ടിട്ടുണ്ട്. എവിടെ നിന്നാണ് താക്കോൽ എടുത്തത്? അത് അതേപോലെ അവിടെ തന്നെ വെച്ചേക്കണം. പറഞ്ഞ കാര്യങ്ങൾ എന്റെ മനസ്സിൽ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. മറക്കണ്ട. ഞാൻ ഇങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന് കരുതിയിട്ടേയില്ല. കുരുത്തക്കെട്ടവരെ, ഇവൻ മഹാപാപി. അച്ഛാ, എനിക്ക് സഹിക്കാൻ പറ്റില്ല ദൈവമേ. ഇതിന് കൂട്ടുകെട്ടല്ലോടാ, നന്ദിയില്ലാത്തവരെ. അച്ഛാ, എന്നാണോ തന്റെ ഭാര്യ അമേരിക്കയിലേക്ക് പോയത്? അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. നിന്റെ ഭാര്യ അമേരിക്കയിലേക്ക് പോവുകയാണെന്ന് നിന്നോട് പറഞ്ഞു. എന്നിട്ടവൾ മറ്റൊരു ഫ്ലാറ്റിലെ റൂമെടുത്ത് താമസിച്ചു. സംഭവം നടന്ന പുലർച്ചെ അവൾ വിമാനം കയറി. ഇവിടെ എത്തിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ചു കാലം അകത്ത് കിടന്നാൽ പണത്തിന്റെ ആർത്തി തീർന്നു. കൊണ്ടുപോടേ. കൊണ്ടുപോകാൻ പറ്റ സാറേ, കൊണ്ടുപോകാൻ പറ്റേ. ആ വലിയ മനുഷ്യൻ ഓട്ടോയിൽ തുടങ്ങാൻ വേണ്ടി നിന്റെ പേരിൽ എഴുതി വെച്ച ആധാരവും ഒപ്പിട്ട ചെക്കുണ്ടോ ഇത്? ഇത് നിനക്ക് കാണിച്ചു തരുന്നത് പോലും അദ്ദേഹത്തിനോട് ചെയ്ത പാപമാണെന്ന് എനിക്കറിയാം. നീ നശിച്ചു പോയല്ലോടാ, നശിച്ചു പോയല്ലോ. തെറ്റ് മനുഷ്യ സഹജമാണ്. പക്ഷേ
തീപോലെ കത്തിയിരിക്കും. പ്രിയപ്പെട്ടവരെ, അടുത്ത ഒരു സീനോട് കൂടി ഒരുമപ്പെയ്ത്ത് എന്ന ഞങ്ങളുടെ ഈ നാടകം അവസാനിക്കുകയാണ്. മോനെ, നായരില്ലാത്ത ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ഇന്നവരെ കാതൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മാപ്പ് മാപ്പ്. എനിക്കെന്താ ഇനി ഇവിടെ പണി? ഞാനും പോവാ. കൊല്ലങ്ങളായി ഞാൻ ഈ താക്കോൽ കൂട്ടം ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് എല്ലാത്തിന്റെയും താക്കോലിത ഇതിലുണ്ട്. ഇതിന്റെ ആവശ്യം ഇനി എനിക്കില്ല. നിൽക്കൂ. നിങ്ങളാരും എങ്ങോട്ടും പോകുന്നില്ല. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? രക്തബന്ധങ്ങൾ നിറം മങ്ങിയപ്പോഴും അദ്ദേഹം നിവർന്നു നിന്നത് നിങ്ങളിലൂടെയാണ്. ഇത് ഈ കൈകളിൽ തന്നെ ഇരിക്കട്ടെ. അദ്ദേഹം നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു, സ്നേഹിച്ചിരുന്നു. ഇത് ശേഖരൻ നായരുടെ വീടാണ്. നിങ്ങളുടെ ശേഖരൻ നായരുടെ വീട്, എന്റെ ശേഖരേട്ടന്റെ വീട്. വരൂ. ഇനിയും ഇവിടെ സ്നേഹബന്ധങ്ങൾ പെയ്തുകൊണ്ടിരിക്കട്ടെ. അല്പം ക്ഷമിക്കുകയിലൽപ്പം നടക്കാം, തെറ്റുകളാക്കും വന്നിടാമതു തിരുത്തുന്നതോ നന്മയാം മാനവക്രിയ. തിരുത്തുന്നതോ നന്മയാം മാനവക്രിയ. ഒരുമപ്പെയ്ത്ത് ഇവിടെ പൂർണ്ണമാകുന്നു.